ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാന്നുണ്ടെങ്കിൽ ചിക്കനും ബീഫൊക്കെ അങ്ങ് മാറി നിൽക്കും കേട്ടോ. കിഡിലാൻ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോ ഒക്കെ നമുക്കിത് കോംബോ ആയിട്ട് എടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ആ ഒരു പൊടിയൊക്കെ ഇതിൽ കോട്ടായിട്ട് കിട്ടണം. ആ രീതിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണ്ട. അപ്പോൾ അതാ ഈ രീതിയിലൊന്ന് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ ഇല്ലാത്ത ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. ഈ മഞ്ഞൾ ചേർക്കണം നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ശരിക്കും ആ ഒരു കോളിഫ്ലവറിലൊക്കെ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാട്ടോ മഞ്ഞളും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസ് എടുത്തിട്ടുള്ളത്, റെഡ് എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം കളർ ചേർക്കാം, ഓപ്ഷണലാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അതിലേക്ക് പകുതി ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുപാട് സമയം ഇട്ടിട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അതും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസൊക്കെ ഉള്ള ആ ഒരു സോസ്, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് വലിയ തിക്നെസ് ഉണ്ടാവില്ല. ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കരുത്, കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടുകൂടെ കഴിക്കേണ്ട ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയനൊന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റെ സ്പ്രിംഗ് ഓണിയന് ഞാൻ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ അരിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അത് ചൂടാവുമ്പോൾ നോർമൽ രീതിയിലേക്ക് ആയി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗോബി മഞ്ചൂരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.